സമാന്തര സർക്കാരാവാൻ സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടന സർക്കാരിന്റെ ഫയലുകൾ കരസ്ഥമാക്കാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് നോട്ടീസ് ഇറക്കിയത്. ഫയലുകൾ കൈമാറാനാണ് ജീവനക്കാരോട് ആവശ്യപ്പെടുന്നത്. 2020 മുതലുള്ള ഫയലുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവീസ് സംഘടന ഇറക്കിയ നോട്ടീസിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. സെക്രട്ടേറിയറ്റിൽ സമാന്തര ഭരണം നടത്താനുള്ള നീക്കമാണ് CPM അനുകൂല ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. 2020 മുതൽ 25 വരെയുള്ള ഫയലുകളുടെ അദാലത്ത് നടത്താനുള്ള ശ്രമങ്ങളുടെ വിവരങ്ങളാണ് ജനം TVക്ക് ലഭിച്ചത്. 5 വർഷത്തെ കാലാവധിയുള്ള ഫയലുകൾ അടിയന്തരമായി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് കൈമാറണമെന്നാണ് കൽപ്പന രൂപേണ അറിയിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഫയൽ അദാലത്ത് നടത്തുന്നതിന് സമാനമായിട്ടാണ് എംപ്ലോയീസ് അസോസിയേഷനും അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ഫയലുകൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ അടിയന്തരമായി ഇവ കൈമാറണമെന്നും നിർദ്ദേശം നൽകുന്നു. ഫയലുകൾ കൈമാറാൻ വിമുഖത കാണിക്കുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണമുണ്ട്. ഒന്നിച്ചൊന്നായി ഫയലുകൾ തീർപ്പാക്കാം എന്ന ശീർഷകത്തോടു കൂടിയാണ് അദാലത്തിനായി എംപ്ലോയീസ് അസോസിയേഷൻ നോട്ടീസ് ഉൾപ്പെടെ അച്ചടിച്ചിറക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫയൽ തീർപ്പാക്കൽ യജ്ഞങ്ങൾ പല ഘട്ടത്തിലും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ കൂടി അറിവോടുകൂടിയാണ് ഒരു കൂട്ടം ഇടത് അനുകൂല ജീവനക്കാർ മറ്റു ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫയലുകൾ കൈക്കലാക്കുന്നത്. 2025 ജൂൺ 30 വരെയുള്ള ഫയലുകൾ സർക്കാരിന്റെ പോലും അനുമതിയില്ലാതെ തീർപ്പാക്കുക, ഇതിലൂടെ ഒരു ബദൽ സർക്കാർ എന്ന ആശയത്തിലേക്കാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കടക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തം. വലിയ അഴിമതിക്കാണ് ഇതിലൂടെ എംപ്ലോയീസ് അസോസിയേഷൻ ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആക്ഷേപം. വിനീഷ്, ജനം, തിരുവനന്തപുരം.